പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂലൈ മാസം 23-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തിയത്. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ രാവിലെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ആമേൻ, കൈപിടിച്ച് നടത്തുന്ന കർത്താവിന് കരങ്ങൾ ഉയർത്തി പറഞ്ഞാണ്ട് കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ വിശ്വസ്തത വലുതാകിയാൽ സ്തോത്രം, അത് മാറിപ്പോകാത്തതാകിയാൽ സ്തോത്രം, എന്നും അത് പുതുക്കി പുതുക്കി തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു 35-ാം സങ്കീർത്തനം 9-ാം വാക്യം, എൻ്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കും, കർത്താവിൻ്റെ രക്ഷയിൽ സന്തോഷിക്കും. യഹോവേ, അങ്ങേക്ക് തുല്യൻ ആർ? എളിയവനെ തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്നും, എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരൻ്റെ കയ്യിൽ നിന്നും കർത്താവ് രക്ഷിക്കുന്നു എന്ന് എൻ്റെ അസ്ഥികളൊക്കെയും പറയും. ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടെ ആ കർത്താവിനെ നിന്ന് സ്തോത്രം ചെയ്ത് നമ്മളെ വിടുവിക്കുന്ന കർത്താവിനെ, നമ്മളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിനെ, നമ്മുടെ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്ന കർത്താവിനെ, എല്ലാത്തിനും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വിടുവിച്ച് നടത്തുന്ന നല്ല കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. എല്ലാവരും ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. പിതാവേ, ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. നമ്മളെ കാത്തുപരിപാലിച്ച ദൈവകൃപകൾക്കായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ ഏത് രാജ്യങ്ങളിലിരുന്ന് കർത്താവേ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നെങ്കിലും അവരുടെ മേൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. രോഗികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സകല രോഗബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. ആമേൻ. കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവിക അത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം സംഭവിക്കട്ടെ. കർത്താവേ, ഇന്ന് പകൽ ഒരു മിറക്കിൾ നടക്കട്ടെ. പ്രത്യേകിച്ച് ടെസ്റ്റുകളെല്ലാം നോർമലാകട്ടെ. ഡോക്ടർമാരെ കാണാൻ പോകുന്നു, പെറ്റ് സ്കാൻ എടുക്കുന്നു, അല്ലെങ്കിൽ മറ്റ് അൾട്രാസൗണ്ട്, ആമേൻ, CT സ്കാനുകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അത്ഭുതമായി തീരട്ടെ. ദൈവിക ഇടപെടൽ നടന്നിരിക്കുന്നതിന് സ്തോത്രം. ദൈവ മഹത്വം ഈ വിഷയത്തിൽ ഇറങ്ങിയിരിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. അവരുടെ ശുശ്രൂഷകൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് നമ്മുടെ മീറ്റിങ്ങും അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. വലിയ ദൈവപ്രവൃത്തി കാണാൻ കർത്താവ് സഹായിക്കണം. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെട്ട് ഇന്ന് ആമേൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം, കർത്താവ് അനുവദിച്ചാൽ ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളതിൽ പങ്കെടുക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാകും. അത് വലിയ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഇന്നത്തെ മീറ്റിങ്ങിൽ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഇന്നലത്തെ തുടർമാനമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 10ഉം 11ഉം വാക്യങ്ങൾ. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ തൻ്റെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്നു ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. ആമേൻ. പത്രോസ് അപ്പോസ്തലൻ 34-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാത്ത ഒരു പ്രിൻസിപ്പിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതായത് അന്ന് മുതൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിളാണ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവിക ജീവനെ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവിക സമാധാനം, ദൈവിക സ്വസ്ഥത, ആ നിത്യതയിലുള്ള സന്തോഷം ഈ ഭൂമിയിൽ നമുക്ക് അനുഭവിക്കണമെങ്കിൽ, അതായത് സ്വർഗീയ സന്തോഷത്തിൽ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വാക്കുകളെ നമ്മൾ നിയന്ത്രിക്കുന്നവരായിരിക്കും. അനാവശ്യമായ വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരരുത്. 2, അവിടെ പറയുന്നു
നമ്മൾ സത്യം സംസാരിക്കുന്നവരായിരിക്കണം. 3, നമ്മൾ ദുഷ്ടതയെ ദ്വേഷിക്കുന്നവരായിരിക്കണം. ദുഷ്ടത നമ്മുടെ ഇടയിൽ പറയാൻ പോലും പാടില്ല. അതുപോലെ നന്മ ചെയ്യുന്നവരായിരിക്കണം. സമാധാനം അന്വേഷിക്കുന്നവരായിരിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തത്വമാണ്. 3-4 കാര്യങ്ങളാണ്. ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ ദൈവിക സന്തോഷവും ദൈവിക സമാധാനവും ദൈവിക സമൃദ്ധിയും അനുഭവിപ്പാൻ ഇത് നമുക്ക് മുഖാന്തരമായി തീരും. സദൃശ്യവാക്യം 18:21 പറയുന്നുണ്ട്, ജീവന്റെയും മരണത്തിൻ്റെയും അധികാരം നമ്മുടെ നാവിലായിരിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 3:10 പറയുന്നു, ഒരേ ഉറവിൽ നിന്ന് തന്നെ രണ്ടും വരാൻ പാടില്ല. അല്ലെങ്കിൽ കയ്പ് വെള്ളവും മധുരമുള്ള വെള്ളവും വരത്തില്ല, ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. അതുപോലെ നമ്മുടെ നാവിൽ നിന്ന് ഒരേ സമയത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവം സൃഷ്ടിച്ചതിനെ ശപിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ദോഷം പറയുകയും ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാകാൻ പാടില്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കണം. കർത്താവേ, ഞാൻ യേശുവിനെ ഇറങ്ങി തിരിച്ചവനാണ്. ഇനി എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം, എനിക്ക് ജയകരമായി ജീവിക്കണം, നന്മ കാണണം, ശുഭകാലം കാണണം, നല്ല കാര്യങ്ങൾ കർത്താവിൽ നിന്ന് എനിക്ക് പ്രാപിച്ച് ജീവിക്കണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? 1, നമ്മുടെ വാക്കുകളെ ശ്രദ്ധിക്കണം. 2, നമ്മൾ സത്യവാന്മാരായി തീരണം. 3, നമ്മൾ ഈവിൾ തിങ്സിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണം. അല്ലെങ്കിൽ തിന്മയായതൊന്നും പ്രവർത്തിക്കാൻ പാടില്ല, നന്മ പ്രവർത്തിക്കുക, സമാധാനം അന്വേഷിക്കുന്നവർ ആയി തീരുക. അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും? നമ്മുടെ ജീവിതം മാറി മറിയുവാൻ തുടങ്ങും. അപ്പോൾ ഓരോ ദിവസവും തുടങ്ങുമ്പം പറയണം, ആമേൻ, ഇത് ദൈവം സൃഷ്ടിച്ച ദിവസമാണ്, അതുകൊണ്ട് ഞാനിത് സന്തോഷിക്കും, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഇന്ന് ദൈവിക നന്മ എൻ്റെ മേൽ വരും, ഇന്ന് ദൈവിക സമൃദ്ധി എൻ്റെ മേൽ വരും, ദൈവിക സ്വസ്ഥതയിൽ ഞാൻ ജീവിക്കും, യഹോവ നിസ്സി എനിക്ക് മുൻപായി പോകും എന്ന് പറഞ്ഞ് നല്ല വാക്കുകൾ പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തെ തുടങ്ങുക. അതുപോലെ തിന്മയായത് സംസാരിക്കുവാൻ അനുവദിക്കരുത് നാവിനെ. മറ്റൊരാളുടെ കുറവ് പറയുവാൻ, മറ്റൊരാളുടെ ബലഹീനത പറയാൻ, അത് ഫോണിൽ കൂടെ ആയാലും കൊള്ളാം, വാട്സപ്പിൽ കൂടെ ആയാലും കൊള്ളാം, നേരിട്ട് കാണുമ്പോഴാണെങ്കിലും കൊള്ളാം, നെഗറ്റീവായ കാര്യങ്ങൾ, തിന്മയായ കാര്യങ്ങൾ അത് നിശ്ചയമായിട്ടും ഒഴിവാക്കണം. അത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ നന്മകൾ ഇന്ന് പകൽക്കാലം ആർക്കെങ്കിലുമൊക്കെ വേണ്ടി ഇന്ന് നന്മകൾ ചെയ്യുക. എന്നിട്ട് അതുപോലെ തന്നെ ബന്ധങ്ങളിൽ സമാധാനം കൊണ്ടുവരുവാൻ ശ്രമിക്കുക. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ, ആരെങ്കിലും തമ്മിൽ ഒരു ദേഷ്യവും വിദ്വേഷവും ഉണ്ടെങ്കിൽ അവിടെ സമാധാനത്തിൻ്റെ വിത്ത് പതയ്ക്കുക. നമ്മൾ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്ന പോലെ ചിലരൊരു സ്വഭാവമുണ്ട്, രണ്ടുപേരും തമ്മിൽ പിണക്കമാണെങ്കിൽ അവരെ കൂടുതൽ പിണക്കിക്കാനുള്ള ശ്രമം നടത്തും. അത് ചെയ്യരുത്, അത് ദൈവികമല്ല, അത് പാപമാണ്, അത് സമാധാനം കാംക്ഷിക്കുന്നവരല്ല, അത് നമ്മുടെ ജീവിതത്തിൽ ദോഷം കൊണ്ടുവരും. എന്നാൽ രണ്ടുപേരും തമ്മിൽ പിണക്കമാണെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും രമ്യതയിൽ കൊണ്ടുവരുന്നതാണ് ദൈവ പൈതലിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ദൈവ പൈതലിൻ്റെ ലക്ഷ്യം. അതാണ് ദൈവ പൈതൽ ചെയ്യേണ്ടത്. അവിടെയാണ് ദൈവിക അനുഗ്രഹം വരുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നു. എങ്ങനെ നന്മ കാണാം, എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാം, എങ്ങനെ ഭൂമിയിൽ ദൈവിക നന്മകളെ അനുഭവിക്കാം. പ്രവർത്തിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വചനം കേട്ടാൽ മാത്രം പോരാ, അത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.